സോയാബീൻ ഉപയോഗിച്ച് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ചെറിയൊരു ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് സോയാബീൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് പുതിർത്ത് നല്ലതുപോലെ കഴുകി പിഴിഞ്ഞെടുത്ത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസ് 2 സവാള ചെറുതാക്കി ഇതേപോലെ കട്ട് ചെയ്തത്, ഒരു ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. ഉള്ളി ചെറുതായി ഒന്ന് വാടി വരുന്ന സമയത്ത് 2 തക്കാളി കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മസാലേൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ മസാലയൊക്കെ വെച്ച് ഒന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം നമുക്ക് പൊടിച്ച് വെച്ച് സോയാബീൻ ഇട്ട് കൊടുക്കാം. സോയാബീൻ ഇട്ടതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ എല്ലാ സ്ഥലത്താവുന്ന മാതിരി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കണം. കുറച്ച് മതി കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 5 നിമിഷം ഒന്ന് മൂടി വെച്ചിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളെ സോയാബീൻ ഉപ്പേരി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്.